iOS 26.3 റിലീസായിട്ട് ഇന്നത്തേക്ക് കറക്റ്റ് 1 വീക്കായി. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം കുറേയധികം യൂസേഴ്സിന് കുറേയധികം ബഗ് ഫിക്സസും അതോടൊപ്പം കുറേയധികം പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ iOS 26.3ൻ്റെ ഒരു കംപ്ലീറ്റ് 1 വീക്ക് റിവ്യൂ നമുക്ക് ചെയ്യാം. ഇതേപോലെ iOSനെ പറ്റിയും ആപ്പിളിനെ പറ്റിയും എല്ലാ കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യും. ഈ ഒരു കൊല്ലം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് ഹിറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായ വാൾപേപ്പേഴ്സും അതോടൊപ്പം അപ്ഡേറ്റ്സും അവിടെയും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ദിസ് ഇസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക. ഏറ്റവും ആദ്യം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ബഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് വാട്സാപ്പിലെ ബഗ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നൊരു ബഗ്. ഈ ഒരു അപ്ഡേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ബഗിന് ഏറ്റവും നല്ലൊരു ബഗ് ഫിക്സ് എന്ന് പറയുന്നത് ആപ്പ് സ്റ്റോറിൽ പോവാം. ആപ്പ് സ്റ്റോറിൽ സെർച്ചിൽ പോയിട്ട് നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് സെർച്ച് ചെയ്യാം. വാട്സാപ്പിൽ നിന്ന് സെർച്ച് ചെയ്തു വാട്സാപ്പ് മെസ്സഞ്ചർ എടുക്കുക. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഈ പറയുന്ന സോഫ്റ്റ്വെയർ മാത്രമല്ല ആപ്ലിക്കേഷൻ ഒപ്റ്റിമൈസ്ഡ് അല്ലെങ്കിലും നിങ്ങൾക്ക് കുറേയധികം ബഗുകൾ എന്തായാലും ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ എല്ലാ ആപ്ലിക്കേഷൻസും അപ് ടു ഡേറ്റ് ആണ് സോഫ്റ്റ്വെയർ പോലെ തന്നെ എന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നിങ്ങളുടെ ഡിവൈസിൽ ത്രൂ ഔട്ട് ലഭിക്കുകയുള്ളൂ. ആൻഡ് ബാറ്ററി ഡ്രെയിനിങ്ങും കുറേയധികം യൂസേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സെയിം ഞാൻ ഈ പറയുന്ന പോലെ എല്ലാ ആപ്ലിക്കേഷൻസും ഇപ്പോൾ ഞാനിവിടെ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും അപ് ടു ഡേറ്റ് ആണെന്ന് ഞാൻ ഉറപ്പുവരുത്തണം. അതിന് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് എല്ലാ ആപ്ലിക്കേഷൻസും ഇതേപോലെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ്, നേരത്തെ നമ്മളുടെ ഡിവൈസിൽ ഇൻബിൽഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും സെറ്റിങ്സും കുറേയധികം മാറുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ക്യാമറയുടെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റി കുറേയധികം ചേഞ്ച് ഉണ്ട്. എടുക്കുന്ന ഫോട്ടോസിന് ക്ലാരിറ്റി പോരാ, പ്രോസസ്സിങ് കൂടുതൽ എന്നിങ്ങനെ കുറേയധികം യൂസേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈസിൻ്റെ ഓൺ ഡിവൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മേ ബി ആ ഓരോ പ്രോസസ്സിങ് കൂടി പോകുന്നതും സാച്ചുറേഷൻ കൂടി പോകുന്നതും ഒരു പ്യുവർ ബഗ്ഗായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. പക്ഷേ ചില ആംബിയൻസിൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്ന ചേഞ്ച് കൊണ്ടാണ് അത് കറക്റ്റ് ക്വാളിറ്റി അല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡിവൈസിൽ ഡിസ്പ്ലേയിൽ ഈ പറഞ്ഞ ട്രൂ ടോൺ ഓൺ ആണെങ്കിൽ ഡിവൈസ് മാത്രമല്ല നമ്മുടെ കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയറും ആംബിയൻസും അനുസരിച്ച് ഡിവൈസിൻ്റെ ഡിസ്പ്ലേയുടെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ കുറച്ചും കൂടെ മഞ്ഞ കളർന്ന ഒരു റൂമിലാണ് അല്ലെങ്കിൽ വാംത്ത് ആയിട്ടുള്ള ഒരു റൂമിലാണെങ്കിൽ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കലി കുറച്ച് യെല്ലോയിഷ് ആയിട്ട് ചേഞ്ച് ആവും. അതേപോലെ നിങ്ങൾ കൂൾ വൈറ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസിലാണ് ഇരിക്കുന്നതെങ്കിൽ ഡിവൈസിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ആ ഒരു ആംബിയൻസ് അനുസരിച്ച് അഡാപ്റ്റഡ് ആവും. സോ ആ ഓരോ സ്ഥലത്ത് നിങ്ങൾ ഫോട്ടോസ് നോക്കുമ്പോഴും ഡിസ്പ്ലേയിൽ വരുന്ന കളർ ചേഞ്ച് അനുസരിച്ചും നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റാണ് എന്നിട്ടും നിങ്ങൾക്ക് സെയിം ഈ ബഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഡിവൈസ് ഓരോ അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് ബഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഡിവൈസിൻ്റെ ഇൻബിൽഡ് ആപ്ലിക്കേഷൻസ് ഇല്ലേ, അതായത് ക്യാമറ അതോടൊപ്പം ഫോട്ടോസ് ഫേസ് ടൈം എന്നിങ്ങനെയുള്ള ഇൻബിൽഡ് ആയിട്ട് ആപ്പിൾ തന്നെ ആപ്ലിക്കേഷൻസിൽ ചെറിയ ബഗ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡിവൈസ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അടുത്തൊരു ബഗ് ഫിക്സിൻ്റെ റെമഡിയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഗെയിംസോ ബാക്കി വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് വല്ലാണ്ട് ബഗ് അടിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ വാട്സാപ്പൊക്കെ നമുക്ക് ബഗ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രൈമറി ബഗ് ഫിക്സ് എന്ന് പറയുന്നത്. അല്ല നിങ്ങൾക്ക് എല്ലാ ചാറ്റും ബാക്കി കാര്യങ്ങളും ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടെന്നാണെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നും കൂടെ റീഇൻസ്റ്റാൾ ചെയ്യാം. കാരണം ചാറ്റും ബാക്കി കാര്യങ്ങളൊക്കെ സേഫ് ആയിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷനിൽ ചില ബഗ്ഗോ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ റീഇൻസ്റ്റാൾ ചെയ്തതും നിങ്ങൾക്ക് ബഗ് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയയും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നീട് എനിക്ക് വന്ന മേജർ ബഗ്ഗായിരുന്നു കോൾ ക്വാളിറ്റി ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു കോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കോൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ കോൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡയലറിൻ്റെ അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന വ്യക്തിയുടെ കറക്റ്റ് വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഗ്ലിച്ചി ആയിട്ടാണ് കേൾക്കുന്നത്. മേ ബി ഒരു 1 or 2 മിനിറ്റ്സ് ക്ലിയർ ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്ലിച്ച് മോഡിലേക്ക് ഈ പറഞ്ഞ വോയിസ് പോകും. അതിനുശേഷം കോള് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ റിപ്പീറ്റ് കോൾ വിളിക്കുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു വോക്കൽ കേൾക്കാൻ പറ്റുന്നത്. ആ ഒരു ബഗ് വല്ലാണ്ട് എനിക്ക് പ്രശ്നമാക്കുന്നുണ്ട്. കാരണം ഇമ്പോർട്ടൻ്റ് ആയ എന്തെങ്കിലും കോളുകളോ അതോടൊപ്പം മീറ്റിംഗ്സിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അറിയണമെങ്കിൽ
ഈ പറയുന്ന കോൾ ക്വാളിറ്റി ഡ്രോപ്പ് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് പ്ലാനുകളും ഫ്ലോപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി, അങ്ങനെ ചെയ്തപ്പോഴാണ് കുറച്ചും കൂടെ ഡിവൈസിൽ ആ കോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്ത ഒരു കാര്യമാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. എൻ്റെ ഡിവൈസിൽ ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തിട്ടും ഈ ഒരു അപ്ഡേറ്റിന് ശേഷം 1 വീക്കായിട്ടും എൻ്റെ ഡിവൈസിൽ പെർഫോമൻസ് സൂപ്പറായിട്ട് തന്നെയാണ് പോകുന്നത്. വലിയ ക്ലട്ടറിങ്ങോ അതോടൊപ്പം വലിയ സ്റ്റട്ടേഴ്സോ ഫീൽ ചെയ്യുന്നില്ല. ഗെയിംസ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടും പോകുന്നുണ്ട്. തെർമൽ ആക്ടിവിറ്റി പറയുമ്പോൾ ഗെയിംസ് കളിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഡിവൈസ് ചൂടാവും. അതോടൊപ്പം ക്യാമറ എടുക്കുമ്പോഴും നമ്മുടെ ഡിവൈസ് ചൂടാവാറുണ്ട്. ഈ 2 കാര്യങ്ങളും നോർമലാണ്. ഔട്ട്ഡോർ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും ഡിവൈസ് ചൂടാവുന്നത് നമുക്കറിയാം. പക്ഷേ ഇൻഡോറിൽ വെച്ച് നമ്മുടെ ഈ പറഞ്ഞ ഏതെങ്കിലും റൂമിലൊക്കെ വെച്ച് നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യാണ്, യൂട്യൂബ് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും വെറുതെ ഡിവൈസ് ചൂടാവുന്നുണ്ടെങ്കിൽ അതൊരു ബഗ് ആവാം, അല്ലെങ്കിൽ ഒരു ബാറ്ററി ഇഷ്യൂ ആവാം. എത്രയും വേഗം നിങ്ങൾ ഒരു സർവീസ് സെൻറ്ററിൽ കാണിക്കുന്നത് നല്ലതായിരിക്കും. ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ചൂട് വല്ലാണ്ട് കൂടുമ്പോഴാണ് ഞാൻ പറഞ്ഞ സർവീസ് സെൻറ്റർ കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം ഡിവൈസിലെ ഏറ്റവും വലിയ കൺസേൺ ആണ് ബാറ്ററി എന്ന് പറയുന്നത്. എൻ്റെ സെറ്റിങ്സ് എടുക്കാം. ബാറ്ററി ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. എൻ്റെ ബാറ്ററി ചാർജ് എന്ന് പറയുന്നത് 90% 19 മിനിറ്റ്സ് കൊണ്ട്. ഈ പറഞ്ഞ 19 മിനിറ്റ്സ് കൊണ്ട് 2% ബാറ്ററിയാണ് ഡ്രോപ്പ് ആയത്. അപ്പം ബാറ്ററിയുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 100% ഇപ്പോഴും റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം 178 സൈക്കിൾസ് മാത്രമാണ് സെപ്റ്റംബറിലെടുത്ത എൻ്റെ ഈ iPhone 17 ഇപ്പോഴും കാണിക്കുന്നത്. കാരണം ഞാൻ ഡിവൈസിൻ്റെ ചാർജിങ് സൈക്കിൾ സെറ്റ് ചെയ്യുന്നത് 90-ലാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി ചാർജിങ്ങിൻ്റെ സൈക്ലിംഗ് വല്ലാണ്ട് നമുക്ക് കുറയ്ക്കാനും ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഈ പറഞ്ഞ ഓപ്ഷൻസും ഫങ്ഷണാലിറ്റീസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബാറ്ററി ചാർജിങ് ഒരു 90% സെറ്റ് ചെയ്യാനാണ്. 80 to 90 ട്രിക്കിൾ ചാർജിങ് ആയതുകൊണ്ട് ബാറ്ററിയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. 80% ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാറില്ല, 100%ഉം ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാറില്ല. 100%ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ് ഓൺ ആയിരിക്കണം. എൻ്റെ എപ്പോഴുള്ള കറക്റ്റ് റെക്കമെൻഡേഷനാണ് 90% എന്ന് പറയുന്നത്. സോ ആ 90% നിങ്ങൾ മാക്സിമം റിട്ടേൺ ചെയ്യാൻ നോക്കുക. കാരണം 90 ലിമിറ്റ് സെറ്റ് ചെയ്താലും ചില ആൾക്കാർക്ക് ചില സമയത്ത് 100%ലേക്ക് ചാർജ് ആവാറുണ്ട്. അതോർത്ത് പേടിക്കേണ്ട, അതൊരു ബഗ്ഗോ കാര്യങ്ങളല്ല. നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി കാലിബ്രേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഈ പറഞ്ഞ ഡിവൈസ് അപ്ഡേറ്റിന് ശേഷം 100%ലേക്ക് പോയിട്ട് നോർമൽ 90%ലേക്ക് പോകുന്നത്. അതൊരു ബഗ്ഗോ കാര്യങ്ങളല്ല, ബാറ്ററി റീകാലിബ്രേഷനാണ് ഈ പറഞ്ഞ പ്രോസസ്സിൻ്റെ പേരെന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമ്മുടെ iOS 26.3ൻ്റെ ഫോളോ വീഡിയോയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതോടൊപ്പം എന്തെങ്കിലും ബഗ്ഗോ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളിയായ വാൾപേപ്പേഴ്സും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഫോളോ ചെയ്താൽ മതി. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കറക്റ്റായിട്ട് പുതിയ പുതിയ വാൾപേപ്പേഴ്സും ബാക്കി കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാറുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ കോണ്ടന്റ്സ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ഈ ഒരു കൊല്ലം നമുക്ക് 1 million സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്യണം. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Vibin Xavier signing from Evika.